എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IREL ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്രന്റിസായിട്ട് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നിയമനം വരുന്നത് കൊച്ചിയിലാണ്, ഉദ്യോഗമണ്ഡൽ കൊച്ചിയിലാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെയർ എർത്ത് ഡിവിഷൻ, നേരത്തെ അതിൻ്റെ പേര് IREL ഇന്ത്യ ലിമിറ്റഡ് എന്നായിരുന്നു, അതായത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്നുള്ളതായിരുന്നു. ഈ സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ജോലി വരുന്നത് ഉദ്യോഗമണ്ഡൽ കൊച്ചിയിലായിരിക്കും. 23 അപ്രന്റിസിനെയാണ് ഇപ്പോൾ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റിസ്, ടെക്നീഷ്യൻ അപ്രന്റിസ്, ട്രേഡ് അപ്രന്റിസ് തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, LACP, ഫിറ്റർ, വെൽഡർ, MMV, ഇലക്ട്രീഷ്യൻ, PASAA അല്ലെങ്കിൽ COPA ആണ് വരുന്നത്. ഇതിൽ ഓരോന്നിൻ്റെയും ഡിസിപ്ലിനും ട്രേഡും ഏതാണെന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റിസിൽ വരുന്നത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. വേക്കൻസി വരുന്നത് ടോട്ടൽ 7 വേക്കൻസിയാണ്. ഇനി അടുത്തത് ടെക്നീഷ്യൻ അപ്രന്റിസ് ആണ്. ട്രേഡ് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. വേക്കൻസി 1 ആണ്. ഇനി അടുത്തത് ട്രേഡ് അപ്രന്റിസ് ആണ്. ട്രേഡ് LACP ആണ്. ഇതിൽ വേണ്ടത് BSc കെമിസ്ട്രി അല്ലെങ്കിൽ ITI ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റ് ട്രേഡ് ആണ്, അല്ലെങ്കിൽ BSc ഫിസിക്സ് ആണ് വേണ്ടത്. അടുത്തത് ഫിറ്റർ ആണ്. ITI ഇൻ ഫിറ്റർ ട്രേഡ് ആണ് വേണ്ടത്. അടുത്തത് വെൽഡർ ആണ്. ITI ഇൻ വെൽഡർ ട്രേഡ് ആണ് വേണ്ടത്. ഇനി അടുത്തത് MMV ആണ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. യോഗ്യത വേണ്ടത് ITI ഇൻ മോട്ടോർ മെക്കാനിക് ട്രേഡ് ആണ്. വേക്കൻസി 1 ആണ്. ഇനി അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് ആണ്. വേക്കൻസി 2 ആണ്. അടുത്തത് PASAA അല്ലെങ്കിൽ COPA ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI ഇൻ PASAA അല്ലെങ്കിൽ COPA ട്രേഡ് ആണ് വേണ്ടത്. വേക്കൻസി 2 ആണ്. അപ്പോൾ ഇത്രയും ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ ട്രേഡുകളിലൊക്കെ അപ്രന്റിസ് ജോലിയെ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ റെഗുലർ ആയിരിക്കണം. ഡിസ്റ്റൻറ്റ് മോഡൊന്നും പറ്റത്തില്ല. കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻറ്റ് അല്ലെങ്കിൽ പാർട്ട് ടൈം ഒന്നും പറ്റത്തില്ല. കൃത്യമായിട്ട് റെഗുലർ ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ മുൻപ് അപ്രന്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ കൂടുതലായിട്ടുള്ള ഹയർ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഹയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. SC ST ആണെങ്കിൽ 30 വയസ്സ് വരെയും, OBC ആണെന്നുണ്ടെങ്കിൽ 28 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ എല്ലാ ട്രേഡുകളിലേക്കും അപ്രന്റിഷിപ്പിൻ്റെ പീരീഡ് വരുന്നത് 1 വർഷത്തേക്കായിരിക്കും. നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അത് ബേസ് ചെയ്ത് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതുവഴിയാണ് നിയമനം വരുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ 1 സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പികളും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജും കാസ്റ്റും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് നാഷണൽ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ പോർട്ടലായ NATS.education.gov.in കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓരോന്നിൻ്റെ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് ട്രേഡ് അപ്രന്റിസ്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഇതാണ്. ഫസ്റ്റ് വരുന്ന E1153200006 ആണ് വരുന്നത്. ഈ ടെക്നീഷ്യൻ അപ്രന്റിസും ഗ്രാജുവേറ്റ് അപ്രന്റിസും ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത് SKLERC000015 ആണ് വരുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ 30 ആണ്. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ മെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയൊക്കെ സ്കാൻഡ് കോപ്പിയാണ് നിങ്ങൾ മെയിൽ വഴി അയക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് A4 സൈസ് പേപ്പറിൽ വേണം നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ആക്കാനായിട്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇമെയിൽ അയക്കുമ്പോഴത്തേക്കും ഇമെയിലിൽ സബ്ജക്റ്റ് കൊടുക്കേണ്ടതാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രന്റിസ് എഗനിസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ IREL HRM അപ്രന്റിസ് എൻഗേജ്മെൻറ്റ് 2024-25/01 ആണ്. ഇത് നിങ്ങൾ സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ട് വേണം മെയിൽ അയക്കാനായിട്ട്.
അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഡോക്യുമെൻസിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സ്കാൻഡ് കോപ്പിയും കൂടെ അയക്കേണ്ടതാണ്. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ അത്, SC ST OBC കാൻഡിഡേറ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. ഇനി ട്രേഡ് അപ്രൻറ്റിസ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ITIയുടെ ഒക്കെ തന്നെ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് കൊടുക്കണം. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൻ്റെത്, ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ, എല്ലാത്തിനും കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റും കൊടുക്കുക, മാർക്ക് ഷീറ്റും വേണം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻറോൾമെൻറ്റ് പ്രൂഫും വേണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ആപ്ലിക്കേഷന് കൂടെ മെയിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ മെയിൽ ചെയ്യേണ്ട മെയിൽ ID എന്ന് പറയുന്നത് hrm-red@irel.co.in ആണ്. ഇതാണ് മെയിൽ ID. ഈ മെയിലിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷൻ ഫോമും കൂടെ ചേർത്തിട്ട് മെയിൽ അയക്കേണ്ടത്. മെയിൽ അയക്കേണ്ട അവസാന തീയതി നവംബർ 30 മറക്കണ്ട. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. ഇവിടെയായിട്ട് പോർട്ടൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. നിങ്ങൾ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കിട്ടും. ആ നമ്പർ ഇവിടെ എഴുതുക. പിന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളുമായിട്ട് ഇമെയിലായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. അയക്കേണ്ട അവസാന തീയതി നവംബർ 30 മറക്കണ്ട. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൊച്ചിയിലാണ് നിയമനം വരുന്നത്, IREL-ലേക്കാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.